അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിന് ഫീഡ്ബാക്ക് നൽകിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരുമ്പോൾ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ജോബാണ്. ജസ്റ്റ് നമ്മൾ ടൈം പാസിനൊക്കെ ഇരുന്ന് വീഡിയോ കാണത്തില്ല, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് വീഡിയോ കാണുക. എന്നിട്ട് നമ്മൾ കണ്ട വീഡിയോയ്ക്ക് ജെനുവിനായിട്ടുള്ള കൊടുക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് കൊടുക്കുക. അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള റീസൺ വേണമെങ്കിൽ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള റീസൺ കൊടുക്കാം. ചിലർക്ക് കോമഡി ഫിലിം ആയിരിക്കും ഇഷ്ടം, എല്ലാവർക്ക് ഹൊറർ പടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് കോമഡി പോരായിരുന്നു എന്നൊക്കെ കമൻറ്റ് കൊടുക്കുക. അങ്ങനെ ജെനുവിനായിട്ട് നൽകുന്ന ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇമോജീസ് സെൻഡ് ചെയ്തിട്ട് അവർക്ക് ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സൈറ്റ് ഏതാണെന്നും എങ്ങനെ ലോഗിൻ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് വോൾനൗ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പേരൊന്ന് നോട്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പേര് കൊടുത്തേക്കാം. നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ടും ഈ ഒരു സൈറ്റിൽ എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഈ പേര് അടിച്ചു കൊടുക്കുവാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ പേരിൻ്റെ കൂടെ നിങ്ങൾ ഏൺ മണി എന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം വരുന്ന ആദ്യത്തെ സൈറ്റിനാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇനി സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ആദ്യമേ കാണുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. നമുക്കവിടെ മെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഹോം പേജിൽ എത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ യുവേഴ്സ് റെസിഡൻറ്റ് ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് കരുതി നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നില്ല. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനായിട്ട് വാച്ച് ആൻഡ് റേറ്റ് വീഡിയോസ് ഫോർ ന്യൂ മൂവീസ്, TV ഷോസ് ആൻഡ് മോർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. വാച്ച് ആൻഡ് റേറ്റ് വീഡിയോസ്, നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് കാണുക, എന്നിട്ട് അതിന് റേറ്റ് കൊടുക്കുക. അത് ഇപ്പോൾ ഏതൊക്കെ വീഡിയോസാണെന്ന് വെച്ചാൽ മൂവീസ് ഉണ്ട്, TV ഷോസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട് വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാച്ച് വീഡിയോസ്. നമ്മൾ ഈ ഒരു സൈറ്റിൽ TV ഷോസ്, ഡിജിറ്റൽ കണ്ടൻറ്റ്, വീഡിയോ ഗെയിംസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോസ് കാണുക, ഫീഡ്ബാക്ക് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞു, ഇമോജീസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇമോജീസ് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ടോ അതല്ലാതെ ക്യാഷ് ആയിട്ടാണെങ്കിലും വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് പേര്, ഇമെയിൽ ID, പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സൈനപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി സൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സൈനിങ് ഓപ്ഷൻ നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ കണ്ട വീഡിയോസ് ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ വീഡിയോസും കണ്ടിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു പ്രൊഫൈൽ പേജ് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാതെ ഇവിടെ 3 ഡോട്ട് ലൈൻ കിടക്കുന്നുണ്ടോ, അവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഓപ്ഷൻ എടുക്കാമെങ്കിൽ ഇതുപോലെ വരും. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണോ ഫീമെയിലാണോ, പിന്നെ മാരീഡ് ആണോ അല്ലയോ, വീട് നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു അടിപൊളി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോളോവേഴ്സ് കിട്ടും. അപ്പോൾ ഫോളോവേഴ്സ് കൂടുന്നതിനനുസരിച്ചും നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനും അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, എമൗണ്ട് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അപ്പം മിനിമം നമുക്ക് എത്ര ഫോളോവേഴ്സ് വരണം, 1000 ഫോളോവേഴ്സ് വേണം. പെട്ടെന്ന് ആയിക്കോളും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും വീഡിയോസ് ഓപ്പൺ ആകുന്നതാണ്. വീഡിയോസ് ഓപ്പൺ ആകുന്നതിന് മുന്നേ അവർ സർവേ പോലെ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളത് ആൻസർ കൊടുക്കണം. അത് കഴിയുമ്പോൾ വീഡിയോ ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് ഫീഡ്ബാക്ക് നൽകാം. ഫീഡ്ബാക്ക് നൽകി കഴിഞ്ഞാലും പിന്നെ സർവേ വരും, അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക.
മനസ്സിലായോ? അപ്പോൾ സർവേ രൂപത്തിലാണ് ഇവർ ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ എന്നിട്ട് ഇമോജീസ് ആയിട്ട് കൊടുക്കുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക് എനി ടൈം ഡ്യൂറിങ് ദ വീഡിയോ പ്രസ്സിങ് ഇമോജീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് സർവേ രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബിഫോർ ടുഡേ ഹാർഡ് ടു ഹാർഡ് ദിസ് TV ഷോസ് മോർ ദാൻ വീഡിയോസ്. യെസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. ഏത് പ്ലാറ്റ്ഫോമാണോ നിങ്ങൾക്ക് ഇഷ്ടം ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ അടിക്കുക. കണ്ടോ, പിന്നെ അവർ അടുത്തത് ചോദിക്കുന്നത് ഏത് ഇതാണ്, കോമഡി ആണോ ഇഷ്ടം, ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണോ, ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഉണ്ടോ, ഈ സർവേ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വീഡിയോ പ്ലേ ആയി കിട്ടുന്നത്. വീഡിയോസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇമോജീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഫീഡ്ബാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് കിട്ടും, അടുത്ത സർവേ വരും, നമ്മൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.